തിരുവനന്തപുരം SITയിൽ പ്രസവത്തിനെത്തിയ യുവതി മരിച്ച സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. മരിച്ച ശിവപ്രിയയുടെ ബന്ധുക്കളിൽ നിന്നും ഡോക്ടർമാരുടെ സംഘം മൊഴിയെടുത്തു. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നീതി വേണമെന്നും കുടുംബം വ്യക്തമാക്കി. വീഴ്ച വന്നത് SITയുടെ ഭാഗത്തു നിന്നും തന്നെയാണ്. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്നും കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, ഈ ശിവപ്രിയയുടെ മരണം സംഭവിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? ഈ അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാനും മറ്റും എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? മാത്രമല്ല, ഇവിടെ ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി കുടുംബം ആരോപിക്കുന്നുണ്ട്. ചികിത്സാ പിഴവ് തന്നെയാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം പറയുമ്പോഴും പക്ഷേ കുറ്റക്കാർക്കെതിരെ, ഈ വീഴ്ച വരുത്തുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയർക്കെതിരെ എന്ത് നടപടിയാണ് ഇതുവരെയും സ്വീകരിച്ചിരിക്കുന്നത്? ടോം, നമുക്ക് മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ഒരു അന്വേഷണ സംഘം വളരെ കുറച്ച് ദിവസത്തിനകം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആരോഗ്യവകുപ്പ് ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. കാരണം ഇതൊരു ചികിത്സാ പിഴവ് എന്നത് ആരോഗ്യവകുപ്പ് ഇതുവരെയും തുറന്ന് സമ്മതിച്ചിട്ടില്ല. കാരണം SITയിൽ നിന്നും ഡിസ്ചാർജായി 10 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു അണുബാധ ഉണ്ടാവുകയും തുടർന്ന് ഇങ്ങനെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. അതൊരു ചികിത്സാ പിഴവാണ്, ആശുപത്രിയിൽ നിന്നേറ്റ അണുബാധയാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പക്ഷേ അത്തരത്തിലൊന്നാണെങ്കിൽ ഈ ഒരു ആശുപത്രിയിൽ നിന്നും മറ്റുള്ള രോഗികൾക്കടക്കം ഈ ഒരു അണുബാധ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒരാൾക്ക് മാത്രം അങ്ങനെ ഒരു അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നടക്കമുള്ള ന്യായീകരണങ്ങളാണ് ഈ ഒരു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു വലിയൊരു വിവാദ വിഷയമായതുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും ഇപ്പോൾ കുടുംബത്തിന്റെ അടക്കം മൊഴിയെടുത്തത്. ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ മറ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടക്കം അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു അണുബാധ എവിടെ നിന്നുണ്ടായി, എങ്ങനെയാണ് ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ അത്തരത്തിലൊരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ശാസ്ത്രീയമായൊരു അടിത്തറയുടെ ഭാഗമായി മാത്രമേ ഈ ഒരു ഡോക്ടർമാർക്കെതിരെ അടക്കം ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം മാത്രമായിരിക്കും ഈ ഒരു ആരോഗ്യവകുപ്പിന്റെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. കാരണം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ ഈ ഒരു ആശുപത്രി നഴ്സുമാരുടെ ഭാഗത്തു നിന്നാണോ ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുക കേട്ടോ. സാരംഗിലേക്ക് എത്താം. സാരംഗ്, ഇപ്പോൾ കുടുംബത്തിൻ്റെ പ്രതികരണം. രാവിലെ ഈ ശിവപ്രിയയുടെ ഭർത്താവും സഹോദരനും പ്രതികരിച്ചത് തങ്ങൾക്ക് നീതി കിട്ടണമെന്നാണ്. അതുമാത്രമേ പറയാനുള്ളൂ. എന്തായാലും ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് SITയുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ, കാരണം അന്വേഷണത്തിൽ വിശ്വാസമില്ല, ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് പറയുന്നു. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എനിക്കിതിൽ വലിയ വിശ്വാസമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എന്റെ കുഞ്ഞ് ജനിച്ചിട്ട് എന്റെ അമ്മ മരണപ്പെട്ടു. ഇത്രയും ദിവസമായിട്ട് SIT ഭാഗത്തു നിന്ന് വിളിച്ചു ചോദിക്കുക കുഞ്ഞിന് ആരോഗ്യനില എങ്ങനെയുണ്ടോന്ന് ഇതുവരെ തിരക്കിയിട്ട് പോലും ഇല്ല. അപ്പൊ എനിക്കിതിൽ വലിയ വിശ്വാസം പോരാ. അങ്ങനെ ആവശ്യമായിട്ടൊന്നും പറയില്ല, പക്ഷെ നമുക്ക് നീതി കിട്ടണം. തീർച്ചയായും സാരംഗ്, ഇവിടെ കുടുംബം അവർക്കറിയാം, അവർക്ക് നഷ്ടം വന്നത് ആ ഒരു കുടുംബത്തിനാണ്. ഒരു ദിവസങ്ങൾ മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഒരു സിസ്റ്റത്തിൻ്റെ തകരാറ് മൂലം, ഒരു സിസ്റ്റത്തിൻ്റെ വീഴ്ച മൂലം മരിച്ചത്. സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിന് നീതി ലഭിക്കണം, അവർക്ക് നഷ്ടപരിഹാരം നൽകണം. ഇതുവരെയും ആശുപത്രി അധികൃതർ ഒന്നും വിളിച്ചു പോലുമില്ല എന്ന് അവർ പരാതി പറയുന്നുണ്ട്. എന്തായിരിക്കും? കാരണം ഈ നിലവിലെ അന്വേഷണം, ഇവരുടെ മൊഴി അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണം. എത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശമുള്ളത്? ടോം, അത്തരത്തിലൊരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം കുടുംബത്തിലെ കാര്യങ്ങൾ, അതൊരു വലിയൊരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ജനിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായി ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. മാത്രമല്ല കുടുംബത്തിന് ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൃത്യമായി സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് പോലും കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം സാങ്കേതികത്വമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നൊരു സംഭവമാണ്. മാത്രമല്ല ഇതിൽ ഇനിയിപ്പോൾ 2 ദിവസത്തിനകം ഇങ്ങനെ ഒരു അന്വേഷണം
അന്വേഷണം DMEക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു കുടുംബത്തിന്റെ ആരോപണം നിലനിൽക്കെ തന്നെ അന്വേഷണം ഒരു ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഈ ഒരു ആശുപത്രിയിൽ നിന്ന് തന്നെയാണോ ഈ ഒരു അണുബാധ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട് എന്നതിന്റെയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വെളിപ്പെടുത്തൽ. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിട്ടില്ല. ഒരു കുടുംബത്തിന്റെ ഒരു വൈകാരികമായ ഒരു പ്രതികരണം എന്ന തരത്തിൽ വേണം ഇപ്പോൾ രാവിലെ ഉണ്ടായ പ്രതികരണം അടക്കം കണക്കിലെടുക്കാൻ. കാരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ മാനസിക പരിഗണനയും ലഭിച്ചില്ല എന്നടക്കമാണ് സഹോദരനടക്കം നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു ആശുപത്രി അധികൃതരുടെ അടക്കം മൊഴി ഈ ചികിത്സിച്ച ഡോക്ടറെ അടക്കം മൊഴി എടുത്തതിന് ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല കൂടുതൽ ചികിത്സാ പിഴവുകൾ കേരളത്തിൽ പല ഭാഗങ്ങളിലായി ഒരു സർക്കാർ ആശുപത്രികളിൽ നിന്നും ഇങ്ങനെ ചികിത്സാ പിഴവുകളും മരണങ്ങളും ധാരാളമായി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഗൈനക്കോളജി വിഭാഗം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ HOD അടക്കം ഈ ഒരു അന്വേഷണ സംഘത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരു വ്യക്തത കുറവുണ്ട്. ഒരു കുടുംബത്തിന്റെ വൈകാരിക പ്രതികരണത്തിനപ്പുറത്തേക്ക് ഇതിലൊരു ശാസ്ത്രീയമായ ഒരു കണ്ടെത്തലുകളുടെ ആവശ്യവുമുണ്ട്. അത്തരത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലൊരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തുകയുള്ളൂ. യെസ്, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുടുംബം വലിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. SITയുടെ ഭാഗത്താണ് ഈ രീതിയിലുള്ളൊരു വീഴ്ച ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നീതി ഉറപ്പാക്കണം, വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യവും അവർ ഉന്നയിക്കുന്നു.